ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുടനീളം കസ്റ്റംസ് പരിശോധന. നടന്മാരായ പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, അമിത് ചക്കാലക്കൽ തുടങ്ങിയവരുടെ വീടുകളിൽ ഉൾപ്പെടെയാണ് പരിശോധന നടക്കുന്നത്. ഭൂട്ടാൻ സൈന്യം കുറഞ്ഞ വിലയ്ക്ക് ലേലം ചെയ്ത വാഹനങ്ങൾ നികുതി വെട്ടിച്ച് കേരളത്തിൽ ഉൾപ്പെടെ രാജ്യത്തെ വിവിധയിടങ്ങളിൽ എത്തിച്ചു എന്ന് DRI കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസിന്റെ ഓപ്പറേഷൻ നങ്കോർ പരിശോധന നടക്കുന്നത്. ഭൂട്ടാൻ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉപയോഗിച്ച ആഡംബര വാഹനങ്ങളും കാർഗോ വാഹനങ്ങളും ഇന്ത്യയിലേക്ക് കടത്തിയെന്ന് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് കണ്ടെത്തിയിരുന്നു. സൈന്യം കുറഞ്ഞ വിലയ്ക്ക് ലേലത്തിൽ വിറ്റ വാഹനങ്ങൾ ഹിമാചൽ പ്രദേശിലെത്തിച്ച് രജിസ്ട്രേഷൻ നടത്തി ഉയർന്ന വിലയ്ക്ക് മറിച്ചുവിറ്റു. ഇങ്ങനെ ഇടനിലക്കാർ വഴി 20ഓളം വാഹനങ്ങളാണ് കേരളത്തിലെത്തിയത്. നികുതി വെട്ടിച്ച് കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ് കൂടുതൽ വാഹനങ്ങൾ എത്തിച്ചത്. കൊച്ചിയിൽ നടന്മാർക്ക് വാഹനം നൽകിയതും ഇടനിലക്കാരാണ്. ദുൽഖറിന്റെ കൊച്ചിയിലെ വസതികളിലും നടൻ അമിത് ചക്കാലക്കലിന്റെ വീട്ടിലും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ദുൽഖറിന്റേത് നിസൻ പാട്രോളും അമിത് ചക്കാലക്കലിന്റേത് ടൊയോട്ട പ്രാഡ വാഹനവുമാണ്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് പൃഥ്വിരാജിന്റെ കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും വസതികളിൽ നടന്നത് എന്നാണ് വിശദീകരണം. കൊച്ചിക്ക് പുറമെ തിരുവനന്തപുരം, കോട്ടയം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ വാഹന ഷോറൂമുകളിലും വ്യവസായികളുടെ വസതികളിലും പരിശോധന നടന്നു. കസ്റ്റംസിൽ നിന്നാണ് ഒരു റൈഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ, നമ്മൾ സഹകരിച്ചു കൊടുത്തു. എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. A to Z കൊടുത്ത് അവർ ചെക്ക് ചെയ്ത് അവർ ഓക്കെയാണ്. കേസിൽ മോട്ടോർ വാഹന വകുപ്പും വിശദമായ അന്വേഷണം നടത്തും. 24 കൊച്ചി. ഇക്കാര്യത്തിൽ ചില പുതിയ വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. കസ്റ്റംസ് പരിശോധനയിൽ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നായി 11 വാഹനങ്ങൾ പിടിച്ചെടുത്തു. ഈ വാഹനങ്ങൾ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിക്കും. യൂസ്ഡ് കാർ ഷോറൂമുകളിലും വീടുകളിലും നടത്തിയ പരിശോധനയിലാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത്. ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ വാങ്ങിയിട്ടില്ല എന്ന് നടൻ അമിത് ചക്കാലക്കൽ 24നോട് പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. അവർക്ക് ചെക്ക് ചെയ്യാനായിരുന്നു. കാര്യം കുറേ ആൾക്കാർ ഈ ഭൂട്ടാനിൽ അവിടെ നിന്നൊക്കെ സ്മഗിൾഡ് ആയിട്ടുള്ള വണ്ടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടികൾ വല്ലതും പെട്ട വണ്ടിയാണോ ഇതെന്ന് ചെക്ക് ചെയ്യാനായിരുന്നു. കാര്യം ഒരുപാട് ഈ റീസെൻ്റ്ലി കുറേ വണ്ടികൾ വരുന്നുണ്ട്. കാര്യം ഇന്ത്യയിൽ ഇല്ലാത്തതിനേക്കാളും കൂടുതൽ വണ്ടികൾ ഇവിടെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അവർക്കൊന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് അങ്ങനെ വണ്ടികൾ വാങ്ങിയിട്ടുണ്ട് ഭൂട്ടാനിൽ? ഇല്ല. ഞാനിവിടെ ഏകദേശം ഞാൻ 5 വർഷത്തേക്കുള്ള വണ്ടി ഉപയോഗിക്കുന്നത്. റൈറ്റ്. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വൈകിട്ട് 6:30 വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്നും, മിഥില ബാലൻ കോഴിക്കോട്ട് നിന്നും, റാഫി കരീം കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകും. നിതിൻ, ഈ പരിശോധന ഇപ്പോഴും തുടരുകയാണോ? കസ്റ്റംസ് എന്തെങ്കിലും കാര്യങ്ങൾ അനൌദ്യോഗികമായി പറയുന്നുണ്ടോ? വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് വൈകിട്ട്. ഇപ്പോൾ ദുൽഖർ സൽമാന്റെ വീട്ടിൽ പരിശോധന, പൃഥ്വിരാജിന്റെ വീട്ടിൽ പരിശോധന, അമിത് ചക്കാലക്കലിന്റെ വീട്ടിലെ പരിശോധന. അപ്പോൾ നടന്മാരുടെ വീടുകളിലെ പരിശോധന, ഇത് കൂടാതെ വ്യവസായികൾ, അതുപോലെ തന്നെ ഈ ഷോറൂമുകളിലൊക്കെ പരിശോധന നടക്കുന്നുണ്ട്. അപ്പോഴൊരു രാജ്യവ്യാപക പരിശോധനയുടെ ഭാഗമായി കേരളത്തിൽ തന്നെ 30ഓ 40ഓ കേന്ദ്രങ്ങളിൽ ഒരേ സമയം റെയ്ഡോ അല്ലെങ്കിൽ അതിന് സമാനമായ ഈ നീക്കമോ നടക്കുന്നുണ്ട്. ഇതിന്റെ സ്വഭാവം എന്താണ്? നികുതി വെട്ടിപ്പാണോ പ്രധാനമായും സംശയിക്കുന്നത്? വിജുമാർ, അങ്ങനെ തന്നെയാണ്. കാരണം സംസ്ഥാനത്ത് ഇപ്പോൾ ഈ അടുത്തായി തന്നെ മറ്റു പല സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും ഡൽഹി, ഹിമാചൽ പ്രദേശ് അടക്കമുള്ള മറ്റു പല സംസ്ഥാനങ്ങളിലെ വാഹനങ്ങൾ ഏറെക്കുറെ ഇപ്പോൾ കേരളത്തിന് നിരത്തുകളിൽ കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു അന്വേഷണത്തിന് ഒടുവിലാണ് ഇത്തരമൊരു ശൃംഖല വ്യാപകമായി തന്നെ ഈ റാക്കറ്റ് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരം കസ്റ്റംസ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി തന്നെ കേരളത്തിലും ഈ പരിശോധന നടക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട്. കേരളത്തിൽ ഏതാണ്ട് 5 ജില്ലകളിലായി വിവിധ കേന്ദ്രങ്ങൾ ഇപ്പോഴും പരിശോധന നടന്നു വരികയാണ്. കൊച്ചിയിലാണെങ്കിൽ സിനിമാ താരങ്ങളായ ദുൽഖർ സൽമാന്റെ വീട്ടിലും അതോടൊപ്പം തന്നെ പൃഥ്വിരാജിന്റെ വീട്ടിലും അമിത് ചക്കാലക്കലിന്റെ വീട്ടിലും പരിശോധന നടന്നു വരികയാണ്. പൃഥ്വിരാജിന്റെ തേവരയിലെ ഫ്ളാറ്റിൽ കസ്റ്റംസ് സംഘം എത്തിയിരുന്നു. അതിൽ ഈ ഒരു വാഹനവുമായി ബന്ധപ്പെട്ട പരിശോധന മാത്രമല്ല, സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പരിശോധനയും പൃഥ്വിരാജിന്റെ നിന്ന് തേടേണ്ടതുണ്ട്. പക്ഷേ തേവരയിലെ ഫ്ളാറ്റിൽ പൃഥ്വിരാജ് ഉണ്ടായിരുന്നില്ല, വാഹനവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം തോപ്പുംപടിയിലെ ഫ്ളാറ്റിലും ഈ കസ്റ്റംസ് സംഘം എത്തി. അവിടെ പൃഥ്വിരാജ് ഇല്ലാത്തതിനെ തുടർന്ന് വിവരങ്ങൾ ശേഖരിച്ച് പിന്നീട് കസ്റ്റംസ് സംഘം അവിടെ നിന്ന് മടങ്ങുകയായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലുള്ള ഗ്യാരേജിലാണ്. ഇവിടെ ഈ വാഹനവുമായി ബന്ധപ്പെട്ട രേഖകൾ ഇപ്പോൾ കസ്റ്റംസ് സംഘം പരിശോധിച്ച് വരികയാണ്. ഏതാണ്ട് 1.5 മണിക്കൂറായി ഈ പരിശോധന ആരംഭിച്ചിട്ട്. നിലവിൽ ഇപ്പോൾ മമ്മൂട്ടി ഉപയോഗിക്കാത്ത വാഹനങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ പഴയ വാഹനങ്ങളുടെ രേഖകൾ ഇപ്പോൾ പരിശോധിച്ച് വരുന്നു. ഭൂട്ടാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വാഹനങ്ങൾ മറ്റു പല സംസ്ഥാനങ്ങളിൽ എത്തിച്ചു. അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്താണ് പിന്നീട് കേരളത്തിലേക്ക് എത്തിച്ചതെന്ന ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് സംഘം ഈ പരിശോധന ആരംഭിച്ചത്. ആ നിലയിലുള്ള വാഹനങ്ങൾ തന്നെയാണോ ഇപ്പോൾ മമ്മൂട്ടിയുടെ ഗ്യാരേജിലുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് വിശദമായി തന്നെ ഈ രേഖകൾ പരിശോധിച്ച് വരുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ ഗ്യാരേജിൽ ഏതാണ്ട് 9 വാഹനമുണ്ട്. അത് BMW, അതോടൊപ്പം തന്നെ ബെൻസ് ഉൾപ്പെടെയുള്ള
വാഹനങ്ങളാണ് ഉള്ളത്. ആ ഒരു വാഹനങ്ങളുടെ രേഖകൾ ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ലാൻഡ് റോവറോ അല്ലെങ്കിൽ ലാൻഡ് ക്രൂസറോ അങ്ങനത്തെ മറ്റു വാഹനങ്ങളും തന്നെ ഇവിടെ ഇല്ല. പക്ഷേ നേരത്തെ മമ്മൂട്ടി ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ, ദുൽഖർ സൽമാൻ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ ഓരോന്നും ഈ രേഖകൾ സഹിതം പരിശോധിക്കുന്നു. അതിൽ പല സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും കർണാടക, അതോടൊപ്പം തന്നെ പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലുള്ള രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളാണ് ഉള്ളത്. ആ രേഖകൾ ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. വിൻറ്റേജ് കാറുകൾ ഉൾപ്പെടെയുള്ള ഒരു വാഹനങ്ങളുടെ വലിയ ശേഖരമുണ്ട്. നമുക്കറിയാം, വലിയ ഒരു വാഹനവുമായി ബന്ധപ്പെട്ട് വലിയ കമ്പമുള്ള നടന്മാരാണ് ദുൽഖറും അതോടൊപ്പം തന്നെ മമ്മൂട്ടിയും. അതുകൊണ്ട് തന്നെ ഇവർ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇറക്കുമതി ചെയ്തതിനു ശേഷം ഈ രേഖകൾ മാറ്റിയോ എന്നുള്ള കാര്യമാണ് ഇവിടെ നിന്ന് പരിശോധന ഇപ്പോൾ നടന്നു വരുന്നത്. ഏതാണ്ട് 5 കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഈ ഗാരേജിലെ ഓരോ വാഹനങ്ങളും കേന്ദ്രീകരിച്ച് ഇപ്പോൾ പരിശോധന നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഭൂട്ടാനിൽ നിന്ന് എത്തിച്ച വാഹനം എന്ന നിലയിലല്ല, പകരം ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇവിടെ പരിശോധിച്ച് വരികയാണ്. എന്തായാലും എളംകുളത്തെ മമ്മൂട്ടിയുടെ വസതിയിലും ഈ ഒരു പരിശോധന തുടരുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ എളംകുളത്തെ മമ്മൂട്ടിയുടെ ഈ ഗാരേജിൽ ഇപ്പോൾ പരിശോധന നടന്നു വരുന്നത്. എന്തായാലും ഈ പരിശോധന ശേഷം ഏതാണ്ട് ഒരു 6:00 തന്നെ കസ്റ്റംസ് സംഘം വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യെസ്, വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് കസ്റ്റംസ്. എന്താണ് ഈ പരിശോധനയുടെ കണ്ടെത്തൽ, അതിന്റെ പശ്ചാത്തലമൊക്കെ ആ വാർത്താ സമ്മേളനത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തന്നെ വിശദീകരിക്കുമെന്ന് കരുതാം. വൈകിട്ട് 6:30 കൊച്ചിയിൽ വാർത്താ സമ്മേളനം നടക്കുന്നത്. റാഫി കരീം ചേരുന്നുണ്ട്. റാഫി, ദുൽഖർ സൽമാന്റെ കൊച്ചിയിലെ വസതിയിൽ നിന്നാണ് ചേരുന്നത്. റാഫി, അവിടെയും പരിശോധന നടക്കുകയാണല്ലേ? എന്താണ് അതിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്? രേഖകളുടെ പരിശോധനയാണോ നടക്കുന്നത്, അതോ ഈ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണോ? അതിന്റെ ഒരു സ്വഭാവം എന്താണ് റാഫി, അവിടെ നടക്കുന്ന ഈ പരിശോധനയുടെ? വിജയകുമാർ, ദുൽഖറിന്റെ എളംകുളത്തുള്ള വീട്ടിലും കസ്റ്റംസിന്റെ പരിശോധന നടക്കുകയാണ്. ഈ പരിശോധന ഏകദേശം 5 മണിക്കൂറിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ദുൽഖറിന്റെ വീട്ടിൽ എളംകുളത്ത് പ്രധാനമായും നടത്തുന്ന പരിശോധന ഈ വാഹനങ്ങളുടെ രേഖകളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ദുൽഖറിന്റെ കയ്യിലുള്ള നിസാൻ പാട്രോൾ വാഹനവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ അനൌദ്യോഗികമായി കസ്റ്റംസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ നിസാൻ പാട്രോൾ വാഹനം ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്ന്, നേപ്പാൾ, ഭൂട്ടാൻ ഭാഗങ്ങളിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങളിൽ പെട്ടതാണോ എന്നുള്ളതാണ് കസ്റ്റംസിന് പരിശോധിക്കുന്നത്. ഇത്തരം വിവരങ്ങൾ കസ്റ്റംസിന്റെ പക്കലുണ്ട്. ഈ വാഹനത്തിന്റെ എഞ്ചിൻ നമ്പർ, ചേസ് നമ്പർ, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കസ്റ്റംസിന്റെ പക്കലുണ്ട്. ഡീലർമാരിൽ നിന്ന് ദുൽഖർ ഈ വാഹനം സ്വന്തമാക്കിയപ്പോൾ ഈ ഡീലർമാരിലേക്ക് വാഹനം എത്തിയത് ഈ കള്ളക്കടത്ത് മാർഗങ്ങൾ വഴിയാണ് എന്നുള്ളതാണ് കസ്റ്റംസിന് ലഭിച്ച വിവരങ്ങൾ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദുൽഖറിന്റെ വീട്ടിലുള്ള പരിശോധന നടക്കുന്നത്. ഈ വാഹനത്തിന്റെ എഞ്ചിൻ നമ്പർ, ചേസ് നമ്പർ, മറ്റ് പരിശോധനകളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് അല്പസമയം മുൻപ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ എറണാകുളം RT ഓഫീസിൽ നിന്ന് ഈ ദുൽഖറിന്റെ എളംകുളത്തുള്ള വീട്ടിലേക്ക് എത്തുന്നത്. ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ദുൽഖറിന്റെ വീട്ടിൽ പരിശോധന നടത്തുന്നുണ്ട്. രേഖകളാണ് പ്രധാനമായും പരിശോധന നടത്തുന്നത്. ദുൽഖറിന്റെ കയ്യിലിരിക്കുന്ന നിസാൻ പാട്രോൾ വാഹനം അത് രൂപമാറ്റം വരുത്തിയ വാഹനമാണ്. ആ വാഹനം ഒരു വിന്റേജ് വാഹനമാണ് എന്നിരിക്കെ തന്നെ ആ വാഹനം ദുൽഖറിന്റെ പക്കൽ എത്തുന്നതിന് ശേഷം വലിയ രൂപമാറ്റം വരുത്തിയിരുന്നു. ആ വാഹനത്തിന് ഈ വാഹനം ഒരു പുതുമോടിയിലേക്ക് തന്നെ മാറുന്നൊരു സ്ഥിതിയും ഉണ്ടായിരുന്നു. ചുവപ്പ് കളറുള്ളൊരു വാഹനത്തിന്റെ രൂപമാറ്റം വരുത്തിയപ്പോൾ ഈ വാഹനത്തിന്റെ എഞ്ചിൻ നമ്പർ, ചേസ് നമ്പർ, ഇത് കസ്റ്റംസിന്റെ കയ്യിലുള്ള വിവരങ്ങളുമായി താരതമ്യം ചെയ്ത് ഇത് ഏതൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്, ക്രമക്കേടുകൾ കേരളത്തിലെത്തിയതിനു ശേഷവും കേരളത്തിൽ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് കസ്റ്റംസ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് RT ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. ദുൽഖറിന്റെ പക്കലിരിക്കുന്ന വാഹനം KL 07DD 0369 എന്ന രജിസ്ട്രേഷനിലാണ് എറണാകുളം RT ഓഫീസിൽ നിസാൻ പാട്രോൾ വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒപ്പം ഈ വാഹനം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കസ്റ്റംസിന്റെ പക്കൽ നിലവിലുള്ള വിവരങ്ങളുമായി ഈ വാഹനത്തിന്റെ വിവരങ്ങൾ കൃത്യമായി മാച്ച് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ വാഹനത്തിന് എഞ്ചിൻ നമ്പർ, ചേസ് നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ മാറ്റം വരുത്തിയാണോ ഡീലർമാർ ഇവരുടെ പക്കൽ ഇവർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കാനുള്ള നീക്കം എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ പലയിടത്തും വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിടിച്ചെടുത്ത വാഹനങ്ങളിൽ ഈ നടന്മാർ ഉപയോഗിച്ച വാഹനങ്ങൾ ഉണ്ടോ? ഇപ്പോൾ ഈ പലയിടങ്ങളിൽ ഇപ്പോൾ 11 വാഹനങ്ങൾ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നായി പിടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു പക്ഷേ ഷോറൂമുകളൊക്കെ പരിശോധിച്ചതായിരിക്കാം. ആളുകൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ആ നിലയിൽ പിടിച്ചെടുത്ത് കസ്റ്റംസ് കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? വിജയകുമാർ, തീർച്ചയായും അത്തരം നടപടികളിലേക്ക് തന്നെയാണ് നടപടി ക്രമപ്രകാരം കടക്കേണ്ടത് എന്നുള്ളതാണ്. ആ നടപടിയിലേക്ക് കടക്കും എന്ന് തന്നെയാണ് കസ്റ്റംസിൽ നിന്ന് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം ഈ വാഹനങ്ങൾ ദുൽഖർ സൽമാൻ അടക്കമുള്ള താരങ്ങളുടെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നത് കള്ളക്കടത്ത് വാഹനങ്ങളാണ്. നികുതി വെട്ടിപ്പ് ഈ വാഹനങ്ങൾ കടത്തിയതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഈ വാഹനങ്ങളുടെ വിവരങ്ങൾ രാജ്യവ്യാപകമായി നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി ഡീലർമാരിൽ നിന്നും ഇത്തരം ഏജന്റുമാരിൽ നിന്നും തന്നെ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വാഹനങ്ങൾ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്ന സ്ഥലങ്ങൾ എന്ന നിലയിൽ ഈ വാഹനങ്ങളുടെ ഉടമസ്ഥരായി ഇപ്പോൾ മാറിയിരിക്കുന്നത്
ഉപയോഗിക്കുന്ന ആളുകൾ സിനിമാ താരങ്ങൾ, വ്യവസായികൾ ഇവരിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് ഈ അന്വേഷണം ഇപ്പോൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് എത്തിയത്. ഇവരുടെ അറിവോട് കൂടിയാണോ ഈ വാഹനങ്ങൾ ഇത്തരത്തിൽ കള്ളക്കടത്ത് വാഹനങ്ങളായി കടത്തിക്കൊണ്ട് വന്നതിന് ശേഷം നികുതി വെട്ടിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഈ വാഹനത്തിന്റെ ഇടപാടുകളിൽ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അതിന്റെ അറിവോട് കൂടിയാണോ ഈ താരങ്ങൾ ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ള പരിശോധനയും കസ്റ്റംസ് നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വാഹനങ്ങളുടെ പരിശോധനയിൽ ക്രമക്കേടുകൾ കണ്ടെത്തുന്ന വാഹനങ്ങൾ സീസ് ചെയ്ത് കസ്റ്റംസിന്റെ കസ്റ്റഡിയിലേക്ക് മാറ്റാൻ തന്നെയുള്ള തീരുമാനമാണ് കസ്റ്റംസിനുള്ള. ആ നടപടിക്രമങ്ങൾ കൂടി പാലിക്കാനുള്ള ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ കസ്റ്റംസ് സ്വീകരിച്ചിട്ടുണ്ട്. ദുൽഖർ സൽമാന്റെ വീട്ടിൽ നിന്നുള്ള വിവരങ്ങൾ, അവിടെ നടക്കുന്ന പരിശോധനയുടെ വിവരങ്ങളാണ് റാഫി കരീം നൽകിയത്. ഒരുപക്ഷെ വൈകിട്ടത്തെ വാർത്താ സമ്മേളനത്തിലായിരിക്കും ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ കസ്റ്റംസ് ഒരു നിലപാട്, ഒരു വിശദീകരണം നൽകുക. നമ്മൾ കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. മിഥില ബാലൻ വിവരങ്ങൾ നൽകും. മിഥില, ഈ ഷോറൂമുകൾ കേന്ദ്രീകരിച്ചും വലിയ പരിശോധന നടക്കുന്നുണ്ട് കോഴിക്കോട്, മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ. എന്താണ് അവിടെ നടക്കുന്നത്? ഈ വിൽപ്പനക്കാരിലേക്ക് ഈ വാഹനങ്ങൾ എങ്ങനെ എത്തുന്നു? അതെവിടെ റീ രജിസ്റ്റർ ചെയ്യുന്നു? ഇതിനു പിന്നിലെ നികുതി വെട്ടിപ്പടക്കം ഉള്ള കാര്യങ്ങളാണോ ഈ ഷോറൂമുകളിലെ പരിശോധനയിലും ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ചോദിച്ചു മനസ്സിലാക്കുകയും രേഖകൾ വെച്ച് വിലയിരുത്തുകയും ചെയ്യുന്നത്? വിജയകുമാർ, തീർച്ചയായും അത്തരം കാര്യങ്ങൾ തന്നെയാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചത്. പേപ്പറുകൾ ഉൾപ്പെടെ, രേഖകൾ ഉൾപ്പെടെ വെച്ചാണ് പരിശോധന നടത്തിയത്. ഞാനുള്ളത് തൊണ്ടയാട് റോഡ് ബേസിലായിരുന്നു. ഇവിടെയാണ് അല്പസമയം മുമ്പ് കസ്റ്റംസ് പരിശോധന നടത്തി തിരിച്ചു പോയത്. അതിൻ്റെ ഡയറക്ടർ എനിക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് പരിശോധന നടത്തി കസ്റ്റംസ് തിരിച്ചുപോയി? ഒരു വാഹനം ഇവിടെ ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. എന്താണ് അത്? എവിടെ നിന്ന് എത്തിച്ച വാഹനമാണ് ആ വാഹനം? ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, പ്രാഡോ. ആ പ്രാഡോവിനെ പറ്റിയിട്ടാണ് അവർ പറഞ്ഞത്. അവർ ആ ഇൻവോയ്സും കൂടി കൊടുത്തപ്പോൾ അവർ പറഞ്ഞ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഇപ്പം ചെയ്ത റൈഡിലുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവർ പോയി. എല്ലാ രേഖകളും പരിശോധിച്ചു, A to Z രേഖകൾ പരിശോധിച്ചു. ഒരു ചെറിയ വണ്ടി ഉണ്ടെങ്കിൽ ബൈക്ക് വരെ ഉണ്ടായി, സൂപ്പർ ബൈക്ക് ഉണ്ടായിരുന്നു. ആ ബൈക്ക് അടക്കം പരിശോധിച്ചിട്ട് അവർ ഓക്കെയാണ്, ഒപ്പിട്ട് സൈൻ ചെയ്തിട്ടാണ് പോയത്. തീർച്ചയായും ഇതാണ് ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടറുടെ മറുപടി. ഇതാണ് നിലവിൽ ഇപ്പോൾ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി 11 വണ്ടികൾ പിടിച്ചെടുത്തിട്ടുണ്ട്. 2 ജില്ലകളിലുമായി 7 ഇടങ്ങളിലാണ് പരിശോധന നടത്തിയത്. ഇതിൽ ഒരിടത്തെ പരിശോധനയാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. അത് ഈ തൊണ്ടയാട് റോഡ്വേസിലെ പരിശോധനയാണ്. നിലവിൽ 4 ഷോറൂമുകൾ, 3 വീടുകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന. ഇപ്പോഴും പരിശോധന ഈ 2 ജില്ലകളിലായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിലിപ്പോൾ 11 വണ്ടികൾ പിടിച്ചെടുത്തു. ആ 11 വണ്ടികൾ, പിടിച്ചെടുത്ത വണ്ടികളെല്ലാം തന്നെ കരിപ്പൂർ എയർപോർട്ടിലേക്കാണ് മാറ്റുന്നത്. അവിടെ കസ്റ്റംസ് വിഭാഗത്തിനാണ് കൈമാറുന്നത്. അവിടെയായിരിക്കും കൂടുതൽ പരിശോധനകൾ എല്ലാം നടക്കുക. നിലവിലെന്തായാലും ഈ പറയപ്പെടുന്ന 7 ഇടങ്ങളിൽ കൃത്യമായി രേഖകൾ നോക്കിക്കൊണ്ട് ഏത് തരത്തിലുള്ള ഒരു തിരിമറിയാണ് അല്ലെങ്കിൽ ക്രമക്കേടാണ് ഈ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത് എന്നതുൾപ്പെടെയാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിലവിൽ 11 വണ്ടികൾ ഇവരിപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന ഏറ്റവും സുപ്രധാന വിവരമാണ് നൽകാനുള്ളത്. വിജയകുമാർ. യെസ്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്ന് 11 വാഹനങ്ങൾ പിടിച്ചെടുത്തു. ഈ വാഹനങ്ങൾ കരിപ്പൂരിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിമാനത്താവളത്തിലെ കസ്റ്റംസിനാണ് അതിൻ്റെ തുടരന്വേഷണത്തിൻ്റെ ചുമതല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നവർ. അത് പരിശോധിക്കുകയും ചെയ്യും. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വൈകിട്ട് കൊച്ചിയിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിൽ എന്താണ് ഇതിൽ നടന്നത്, ഈ പരിശോധന കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്, എന്തൊക്കെ ക്രമക്കേടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചു എന്നതൊക്കെ ഒരുപക്ഷെ കസ്റ്റംസ് ആ ഘട്ടത്തിൽ വിശദീകരിച്ചേക്കും. നമ്മൾ മറ്റ് റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നവംബർ, ഡിസംബർ മാസങ്ങളിൽ നടക്കും. വോട്ടർ പട്ടിക ഒരു തവണ കൂടി പുതുക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കറുമായി എ ഷാജഹാൻ ഇന്ന് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടക്കുന്നത് നവംബർ, ഡിസംബർ മാസങ്ങളിലാണ്. അതിന് മുന്നോടിയായിട്ടുള്ള ഇലക്ഷൻ ഒരുക്കങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി വരികയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മേൽനോട്ടത്തിലാണ്. കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് കേരളത്തിലുള്ള മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത്. 1995 മുതൽ ഓരോ 5 വർഷം കൂടുമ്പോഴും സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുമുള്ള ഇലക്ഷൻ സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയം തന്നെ നടത്തുകയാണ്. ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, ഈ സ്ഥാപനങ്ങളിലേക്കുള്ള മുഴുവൻ വാർഡുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്. അതേസമയം SIR-ൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ പറഞ്ഞു. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്തുനിന്ന് ശ്രീജിത്ത്, ഡിസംബറിൽ പുതിയ ഭരണസമിതികൾ ചുമതലയേൽക്കുന്ന തരത്തിൽ സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണ്. എന്താണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്?
നവംബർ ഡിസംബർ മാസങ്ങളിൽ നമ്മൾ വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണല്ലേ? വിജയകുമാർ, സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾക്കിടയിലാണ് ഇന്ന് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കറും ഒപ്പം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി നടത്തിയ പ്രതികരണത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില സമയക്രമങ്ങൾ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ പ്രഖ്യാപിച്ചത്. നവംബർ ഡിസംബർ മാസങ്ങളിലായി തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്താനാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടിക അന്തിമമാക്കൽ അടക്കമുള്ള നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനി തെരഞ്ഞെടുപ്പിന് തീയതികൾ പ്രഖ്യാപിക്കുക എന്ന നടപടിക്ക് മുന്നോടിയായി മറ്റു ചില നടപടികൾ കൂടി ബാക്കിയാണ്. അത് വാർഡുകളുടെയും മറ്റും സംവരണം എന്തൊക്കെയാണെന്ന തരത്തിൽ നറുക്കെടുപ്പ് നടക്കേണ്ടതുണ്ട്. അത് 30-ാം തീയതിയാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതനുസരിച്ച് നമ്മൾ നവംബർ ഡിസംബർ മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ടത്. ശ്രീത്, ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സംസ്ഥാനത്തിന്റെ ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതിനിടയിൽ അത്തരം ഒരു പരിഷ്കരണം ആ നിലയിൽ അത് പുതുക്കൽ പ്രായോഗികമല്ല എന്ന കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിലപാട്, സർവകക്ഷി യോഗത്തിന്റെ തീരുമാനമൊക്കെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു തീരുമാനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നാണ് വരേണ്ടത്. അതിൽ എന്തെങ്കിലും ഒരു പരാമർശം ഇന്നത്തെ ഈ ചർച്ചകളിലോ കൂടിക്കാഴ്ചയിലോ ഉണ്ടായിട്ടുണ്ടോ? വിജയകുമാർ, ഈ സംസ്ഥാനത്തെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ SIR നീട്ടിവെക്കുന്ന കാര്യത്തിൽ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ പ്രകടിപ്പിച്ചത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ഉചിതമായ തീരുമാനം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം നടത്തിയ പ്രതികരണം. ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും ഒപ്പം തന്നെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെയും ജോലികൾ നിർവഹിക്കേണ്ടത് ഒരേ ഉദ്യോഗസ്ഥ സംവിധാനമാണ്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ജോലികൾ നടക്കുന്നതിനിടെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കൂടി വന്നാൽ ഈ രണ്ട് പ്രവർത്തികൾ തമ്മിൽ ക്ലാഷ് ഉണ്ടാവും. അങ്ങനെ ഒരു ക്ലാഷ് ഉണ്ടാകൽ ഒഴിവാക്കണം എന്ന് അഭ്യർത്ഥിച്ചാണ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇന്നലെ തന്നെ ഈ സർവകക്ഷി യോഗത്തിന്റെ തീരുമാനപ്രകാരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സമീപിച്ചിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അക്കാര്യത്തിൽ തീരുമാനം വൈകാതെ പ്രതീക്ഷിക്കുന്നു. എന്തായാലും അനുകൂല തീരുമാനം ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. യെസ്, ഇക്കാര്യത്തിൽ SIR-ൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉചിതമായ തീരുമാനമെടുക്കും എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ പറഞ്ഞത്. നമ്മൾ നവംബർ ഡിസംബർ മാസങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും എന്ന സൂചനയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. രാഹുൽ ഗാന്ധിയുടെ ബീഹാർ മോഡൽ പദയാത്ര കേരളത്തിലും നടത്താൻ കോൺഗ്രസ് മുന്നൊരുക്കങ്ങൾ തുടങ്ങി എന്നാണ് റിപ്പോർട്ടുകൾ. അടുത്ത വർഷം ആദ്യം എല്ലാ ജില്ലകളിലും പര്യടനം നടത്താനാണ് പ്രാഥമിക ആലോചന. 24 എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് ഭരണം പിടിക്കാൻ ബീഹാറിൽ വൻ വിജയമായ പദയാത്രാ മാതൃകയിൽ യാത്ര നടത്താൻ കോൺഗ്രസ് ആലോചന. രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്രയിൽ പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. പരിപാടിയുടെ ഭാഗമായി കേരളത്തിലെത്തുന്ന AICC ജനറൽ സെക്രട്ടറിമാർക്ക് താമസിക്കാൻ തിരുവനന്തപുരം മരുതംകുഴിയിലും കൊച്ചിയിലെ അങ്കമാലിയിലും വീടുകൾ വാടകയ്ക്കും എടുത്തിട്ടുണ്ട്. കോഴിക്കോട് ഉടൻ വീട് വാടകയ്ക്കെടുക്കും. പ്രാദേശിക നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നതും ഈ വീടുകളിലായിരിക്കും. 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കാസർകോട് നിന്ന് യാത്ര ആരംഭിക്കാനാണ് നിലവിൽ ആലോചന. യാത്രയിൽ ഉടനീളം പ്രിയങ്ക ഗാന്ധി അനുഗമിക്കും. കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ, സിനിമാ താരങ്ങൾ, കർഷകർ എന്നിവരും യാത്രയുടെ ഭാഗമാകും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരം തിരികെ പിടിക്കുന്നതിന്റെ ഭാഗമായാണ് യാത്ര. S ശ്യാംകുമാർ, 24 കൊച്ചി. കൊല്ലം കണ്ണനെല്ലൂരിൽ പോലീസ് ക്രൂരതയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. പോലീസ് കസ്റ്റഡിയിലിരിക്കെ കുഴഞ്ഞു വീണ വയോധികൻ വെന്റിലേറ്ററിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു. ചെക്ക് കേസിൽ ശനിയാഴ്ച അറസ്റ്റ് ചെയ്ത നിരണം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KP പുന്നൂസിനെ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരുന്നില്ല. കസ്റ്റഡിയിൽ നിന്ന് വിടാൻ 10 ലക്ഷം രൂപ പരാതിക്കാരന് നൽകാൻ പോലീസ് ആവശ്യപ്പെട്ടെന്നും പുന്നൂസിന്റെ സുഹൃത്തായ അഭിഭാഷകൻ സതീഷ് 24-നോട് പറഞ്ഞു. 24 ബിഗ് ബ്രേക്കിംഗ്. ചെക്ക് നൽകി കബളിപ്പിച്ചു എന്നുള്ള ഒരു കേസിൽ ഇദ്ദേഹം പ്രതിയായിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് 78 വയസ്സുള്ളതാണ്. 3 ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ ആളാണ്. ഇപ്പോൾ ഒരു ബൈപ്പാസ് സർജറിയും കഴിഞ്ഞിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കൊല്ലം ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യം ഫയൽ ചെയ്തു. ഈ ജാമ്യം പെൻഡിങ്ങിലായിരിക്കെയാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച 12 മണിക്ക് ഈ 78 വയസ്സുള്ള വന്ധ്യവയോധികനായ ഈ മനുഷ്യനെ ഹോട്ടലിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ശനിയാഴ്ച 3 മണിക്കാണ് നമ്മൾ അറിയുന്നത് അദ്ദേഹം കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ കിടക്കുന്നുവെന്ന്. വെന്റിലേറ്ററിൽ കിടക്കുന്ന പ്രതിക്ക് ഒരു ദിവസം ഭീമമായ ഒരു തുകയാണ് ചാർജായി വരുന്നത്. ഈ ചാർജ് ആര് കൊടുക്കും?
സെൻട്രൽ ജംഗ്ഷനിലുള്ള ആനന്ദ് ഹോട്ടലിൽ വെച്ചാണ് കൊല്ലത്ത് നിന്ന് വന്നാണെന്ന് പറയുന്നു. അവരൊന്നും ഐഡന്റിറ്റി ഒന്നും ആരെയും കാണിച്ചിട്ടില്ല. കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. പോകുന്ന വഴിയിൽ ഓൺ ദ വേ കൂടെയുള്ള ഒരു പോലീസുകാരൻ ജ്യോതിഷ് എന്നാണ് തോന്നുന്നു പേര് പറഞ്ഞത്. അത് പുള്ളി വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇതിന്റെ പണം കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഒരു 10 ലക്ഷം രൂപ കടിയാക്കാൻ പറ്റുവാണെങ്കിൽ പുള്ളിയെ വിടാമെന്ന് പറഞ്ഞു. ഏതായാലും ശേഷവും വിളിച്ചിരുന്നു. ആരെങ്കിലും ബന്ധുക്കൾ വരുമോ, എന്താ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് ഇവിടെ വരെ വരാൻ പറയുമോ എന്നൊക്കെ ചോദിച്ചു. അദ്ദേഹത്തിന്റെ നില വഷളായിട്ട് ഇരിക്കുകയാണെന്നും ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്നും ICUയിലാണെന്നും എന്നൊക്കെയാണ് പറഞ്ഞറിഞ്ഞത്. ഞാൻ അതിനകത്തൊന്നും റെസ്പോണ്ട് ചെയ്യാനില്ല. നമുക്ക് അങ്ങനെ റെസ്പോണ്ട് പറഞ്ഞുവിടാൻ അറിയാം. മീഡിയയിൽ നമുക്ക് ഫേസ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുവിടാൻ അറിയാമല്ലോ. അല്ല സുഹൃത്തെ, നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു മീഡിയ എടുത്ത് വാർത്ത കൊടുക്കാറുണ്ടെന്ന് അറിയാമല്ലോ. ഇടയാരോടെ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കി, നമുക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ അറിയാമല്ലോ. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റൂലെന്ന് അറിയാം. ക്യാമറയ്ക്ക് മുമ്പിലായാലും അല്ലാതായാലും എന്നോട് വിരോധം തോന്നരുത്. സോറി. അരുൺ രാജ് വിവരങ്ങൾ നൽകും. അരുൺ, അത് അവിശ്വസനീയമാണ്. ഇങ്ങനെയൊക്കെ നടക്കും. ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുന്നയാൾ കുഴഞ്ഞു വീഴുന്നു, ഗുരുതരാവസ്ഥയിലാകുന്നു, വെന്റിലേറ്ററിലാകുന്നു. ഇത് 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 എങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ആദ്യത്തെ ചോദ്യം. രണ്ട്, ഈ CI എന്താണ് അരുണിനോട് പറഞ്ഞത്? ഒരു വിശദീകരണം നൽകുന്നില്ല അദ്ദേഹം. പോലീസിലെ ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ക്യാമറയ്ക്ക് മുന്നിലല്ലാതെ എന്താണ് സംഭവിച്ചത് എന്നെങ്കിലും പറയാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ തയ്യാറായിട്ടുണ്ടോ? വിജയകുമാർ, ഈ ശനിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ചെക്ക് കേസുമായി ബന്ധപ്പെട്ട പരാതിയാണ് കണ്ണനല്ലൂർ പോലീസിൽ ലഭിക്കുന്നത്. ഈ പരാതി അന്വേഷിക്കാനാണ് കണ്ണനല്ലൂർ പോലീസ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ കോട്ടയത്ത് എത്തുന്നു. കോട്ടയത്ത് ശനിയാഴ്ച ഈ വക്കീലുമായും അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായി സംസാരിച്ചുകൊണ്ട് കോട്ടയം സെൻട്രൽ ആനന്ദ് ഭവൻ ഹോട്ടലിൽ നിന്ന് സംസാരിക്കുകയായിരുന്ന KP പൊന്നൂസിനെ അവിടെ വെച്ചാണ് പോലീസ് പിടികൂടുന്നത്. 72 വയസ്സിന് മുകളിലുണ്ട് ഇയാൾക്ക് പ്രായം. നിലവിൽ നിരണം പഞ്ചായത്തിന്റെ മെമ്പർ കൂടിയാണ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത ഉടൻ തന്നെ അവിടെ നിന്ന് ഈ കോട്ടയത്ത് നിന്ന് കൊല്ലത്തെ കണ്ണനല്ലൂർ പോലീസ് സംഘം അവിടെ നിന്ന് കണ്ണനല്ലൂരിലേക്ക് തിരിക്കുകയായിരുന്നു. ഈ തിരിക്കുന്നതിനിടയിലാണ് ഈ പൊന്നൂസിന്റെ സുഹൃത്തുക്കളെ വിളിച്ച് 10 ലക്ഷം രൂപ ഉടൻ തന്നെ സ്റ്റേഷനിൽ കൊണ്ടുവന്നാൽ ഈ പരാതിയുടെ കാര്യത്തിൽ ഒരു സെറ്റിൽമെന്റ് നടത്താം എന്ന കാര്യം പോലീസ് തന്നെ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അഭിഭാഷകനെയും ബന്ധുക്കളെയും അടക്കം ഈ പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ട് വിളിച്ചു. ഇതിന് പിന്നാലെ ഈ പരാതിക്കാരൻ പോലീസ് എന്ന വ്യാജേന, SI എന്ന വ്യാജേന ഈ ബന്ധുക്കളെ വിളിച്ചു എന്ന പരാതി കൂടി ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഈ പരാതിക്കാരുടെ ബന്ധുക്കളെ വിളിച്ച് 10 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ ശനിയാഴ്ച മുഴുവൻ ആ സ്റ്റേഷനിൽ തന്നെ തുടരുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണി ആയപ്പോഴാണ് ഇയാൾക്ക് കടുത്ത ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സ്റ്റേഷനിൽ കൊഴിഞ്ഞു വീഴുകയും ചെയ്യുന്നത്. അവിടെ നിന്ന് ഉടൻ തന്നെ പോലീസ് ഈ KP പൊന്നൂസിനെ കൊട്ടിയം ഹോളിക്രോസ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. ഹോളിക്രോസ് ആശുപത്രിയിൽ എത്തുമ്പോൾ അതിന്റെ PRO അടക്കം നമ്മളോട് ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. ഹോളിക്രോസ് ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ ഇയാൾക്ക് കടുത്ത രീതിയിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. ഉടൻ തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോഴും ആരോഗ്യനില സംബന്ധിച്ച് വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ട്. ഓക്സിജന്റെ അളവടക്കം ശരീരത്തിൽ കുറഞ്ഞു വരികയാണ്. KP പൊന്നൂസിന്റെ ആരോഗ്യനില അതീവ ഗുരുതരം എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്ന വിവരം. എന്തിനാണ് 24 മണിക്കൂർ പ്രതിയെ ഇനി ആ കേസുമായി അരുൺ ഒരു നിമിഷം തുടരുക. ഇപ്പോൾ നേരത്തെ നമ്മളോട് സംസാരിച്ചതാണ് അഡ്വക്കേറ്റ് ശ്രീകുമാർ. അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീകുമാർ, താങ്കളോടൊപ്പം നിൽക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലേക്ക് അല്ലെങ്കിൽ പോലീസ് വിളിച്ചുകൊണ്ട് പോകുന്നത്. എന്താണ് അപ്പോൾ പോലീസ് പറഞ്ഞത്? ഇത് പോലീസും പരാതിക്കാരനും തമ്മിൽ ഒത്തുകളിച്ചു എന്ന നിലയിലാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ വരുന്നത്. എന്താണ് സംഭവിച്ചത്? താങ്കൾക്ക് എന്താണ് അറിയാവുന്നതിനെ പറ്റി? തീർച്ചയായിട്ടും പോലീസും പരാതിക്കാരനും കൂടി ഒത്തുചേർന്നുള്ള ഒരു ഏർപ്പാടാണ്. പ്രതിയെ എടുക്കുമ്പോൾ പാലിക്കേണ്ട മിനിമം കാര്യങ്ങൾ പോലും, അതായത് ഒരു മഹസർ തയ്യാറാക്കി പ്രതിയെ കൂട്ടിക്കൊണ്ട് പോവുക, ഒരു സാക്ഷികളുടെ ഒപ്പിടിയിക്കുക, സാധനങ്ങൾ എടുക്കുമ്പോൾ അതിനുള്ള ഒരു മഹസറും മറ്റും തയ്യാറാക്കി സാക്ഷി ഒപ്പുകൾ വാങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഐഡന്റിറ്റി പോലും കാണിക്കാതെയാണ് KP പൊന്നൂസ് അല്ലേ വന്നോളൂ എന്ന് പറഞ്ഞ് കണ്ട രാകേഷ് എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. 12:30ക്കും 12:45 ഇടയ്ക്കുള്ള മധ്യാഹ്നത്തിൽ ഉള്ള സമയത്താണ് കൂട്ടിക്കൊണ്ട് പോയത്. പക്ഷെ 24 മണിക്കൂറിനുള്ളിൽ അവർ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഇപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്നാണ് താങ്കൾക്ക് അറിയാവുന്നത്? ഫോണിൽ കോണ്ടാക്ട് ചെയ്തറിഞ്ഞത് അദ്ദേഹം ICUയിലാണെന്നും വെന്റിലേറ്ററിലാണെന്നുമാണ്. വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് അദ്ദേഹം കഴിയുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഒരു നിയമ നടപടി ഇതിനു മുൻപ് അദ്ദേഹം നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്.
അല്ല ഇത് ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ അഡ്വക്കേറ്റ് ശ്രീകുമാർ, ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ അദ്ദേഹത്തെ ഹാജരാക്കാത്തത് കൊണ്ട് തന്നെ ഇതൊരു ഇല്ലീഗൽ കസ്റ്റഡി ആണല്ലോ. അപ്പോൾ ഈ ഇല്ലീഗൽ കസ്റ്റഡിക്കെതിരെ കോടതിയെ സമീപിക്കേണ്ടേ? താങ്കളൊക്കെ അതിന് തയ്യാറെടുക്കുകയാണോ ഇപ്പോൾ? തയ്യാറെടുക്കുന്നുണ്ട്. ഞാൻ വേറൊരു അഡ്വക്കേറ്റ് കൊല്ലത്ത് അദ്ദേഹം ചെയ്യുന്നുണ്ട്. അഡ്വക്കേറ്റ് ബിനു ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് കേസ് നടത്തുന്നുണ്ട് കൊല്ലത്ത്. ഇപ്പോ അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ അങ്ങേയറ്റം മോശമാണെന്ന് മാത്രമാണ് അറിയാവുന്നത് അല്ലേ? അദ്ദേഹം ഇവർക്ക് പണം സെറ്റിൽ ചെയ്ത് കൊടുക്കാമെന്നും മറ്റു പറഞ്ഞ ചെക്ക് കൊടുത്തിരുന്നതാണ്. ചെക്ക് ബൗൺസ് ആയതിന് കാരണം പറഞ്ഞിരുന്ന പാർട്ടി അദ്ദേഹത്തിന് പണം കൊടുക്കാതിരുന്നതുകൊണ്ടാണ്. ഇതൊരു മണിമാറ്റം മാത്രമാണ്. അത് പോലീസ് അതിനെ മനഃപൂർവ്വം പോസിറ്റീവ് കേസാക്കി, ഒരു ചീറ്റിംഗ് കേസാക്കി കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. അത് പരാതിക്കാരനുമായി ഒത്തുകൊണ്ടുള്ള ഒരു ഏർപ്പാടാണ് ചെയ്തിരിക്കുന്നത്. ആരാണ് ഈ പരാതിക്കാരൻ? പരാതിക്കാരൻ ഒരു സാജൻ ഫിലിപ്പ് എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം കണ്ണൂരിലൂർ പോലീസ് അതിർത്തിയിലാണ് താമസിക്കുന്നത്. ശരി. ഇനിയിപ്പോൾ ഈ പറയുന്ന ഈ കൊല്ലത്തുള്ള അഭിഭാഷകൻ തുടർ നിയമ നടപടികൾ സ്വീകരിക്കും. ആന്റിസിപ്പേറ്ററി ബെയിലിൽ മൂവ് ചെയ്തിട്ടുള്ളതുമായിരുന്നു. അതിന്റെ CD-യും മറ്റും ആവശ്യപ്പെട്ടിട്ട് പോലീസ് മനഃപൂർവ്വം അത് കൊടുക്കാതെ വൈകിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 2 പ്രാവശ്യം റെഫ്യൂസ് ചെയ്ത് അതിന്റെ CD കൊടുക്കാതിരുന്നു. അത് ആന്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്തിരിക്കുകയാണ് ഇവർ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകളൊന്നും പാലിക്കാതെയാണ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ഉള്ളതാണല്ലേ? അതൊക്കെ പോലീസിനോട് പറഞ്ഞു കാണുമല്ലോ സ്വാഭാവികമായും അല്ലേ? തീർച്ചയായിട്ടും അവർക്ക് അറിവുള്ളതാണ്. ശരി, നന്ദി അഡ്വക്കേറ്റ് ശ്രീകുമാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. അഡ്വക്കേറ്റ് ശ്രീകുമാറിനൊപ്പം ഉള്ള സമയത്താണ് ഇദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഇതിലിപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിട്ടില്ല ഇദ്ദേഹത്തെ ആശുപത്രിയിലാകുന്നത് വരെ. അപ്പോൾ ഒരു ഇല്ലീഗൽ കസ്റ്റഡി എന്ന് വേണമെങ്കിൽ പറയാം. ആ നിലയിൽ പോലീസ് ഇങ്ങനെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരവുമാണ്. എന്തുകൊണ്ടാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാതിരുന്നത് നേരത്തെ എന്ന ചോദ്യത്തിനെങ്കിലും ഈ പോലീസ് ഉദ്യോഗസ്ഥർ മറുപടി നൽകുന്നുണ്ടോ? വിജയകുമാർ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞ ഉടൻ തന്നെ ഞാൻ ഈ SHOയുമായി അടക്കം നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത് ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല, തനിക്ക് ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അവിടുത്തെ SI ആണ് ഈ കസ്റ്റഡിയിൽ എടുത്തതെന്ന വിവരമാണ് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥർ മറ്റൊരു അബദ്ധത്തിൽ കൂടി പെട്ടിട്ടുണ്ട് വിജയകുമാർ. ഈ ഹോളി ക്രോസ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന KP പൊന്നൂസിന് ഈ അവിടുത്തെ ഹോസ്പിറ്റൽ ബില്ലടയ്ക്കാൻ ഇപ്പോൾ പോലീസുകാർ തന്നെ പിരിവിടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പല ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ട പിരിവടക്കം ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഇന്ന് നമ്മൾ തിരക്കുമ്പോൾ 72,000 രൂപയാണ് ആ ഹോസ്പിറ്റലിൽ ചെലവായിട്ടുള്ളത്. ഈ പണം ആരടയ്ക്കും എന്ന ചോദ്യം പോലീസിന് മുമ്പിൽ ഉണ്ടായിരുന്നു. ഇന്നലെ ബന്ധുക്കളോടക്കം ഇയാളെ ജാമ്യത്തിലെടുത്തുകൊണ്ട് പോകൂ എന്നടക്കം പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ബന്ധുക്കൾ ഇത്തരത്തിലൊരു കസ്റ്റഡി തങ്ങളെ അറിയിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് തങ്ങൾ ഇക്കാര്യത്തിൽ പണം ഇപ്പോൾ അടയ്ക്കുന്നത്? പോലീസ് കസ്റ്റഡിയിൽ ആണ് എന്നുള്ളതാണ് തങ്ങളോട് പോലീസ് തന്നെ നേരത്തെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പോലീസിന് എന്തുകൊണ്ട് അടച്ചുകൂടാ എന്നത് ചോദ്യമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. നിലവിൽ ഈ പണം KP പൊന്നൂസിന്റെ ഹോസ്പിറ്റലിലെ പണം പോലും പോലീസുകാർ അടയ്ക്കേണ്ട അവസ്ഥയിലേക്കടക്കം കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ഒരു ഇല്ലീഗൽ കസ്റ്റഡി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി KP പൊന്നൂസിന്റെ കൊല്ലത്തെ അഭിഭാഷകർ ഇപ്പോൾ കൊട്ടാരക്കര കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേസ് ഇപ്പോൾ കോടതി പരിഗണനയിലാണ്. കോടതി ഇപ്പോൾ ഈ അല്പസമയത്തിനകം ഈ കേസ് എടുക്കും. അങ്ങനെയാണെങ്കിൽ ഇക്കാര്യത്തിൽ കോടതിയിൽ പോലീസ് എന്ത് മറുപടിയാണ് പറയാൻ പോകുന്നത് എന്നുള്ളതും ഏറെ നമ്മൾ നോക്കിക്കാണുകയാണ്. കാരണം ഒരു 72 വയസ്സിനധികം പ്രായമുള്ള ഒരു ജനപ്രതിനിധിയായ ഒരാളെ കസ്റ്റഡിയിലെടുക്കുന്നു. സ്വാഭാവികമായും ആ ഘട്ടത്തിൽ അയാളുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അടക്കം അറിയാമെങ്കിൽ എന്തുകൊണ്ട് അയാളെ അത്തരത്തിലൊരു പരിചരണം നൽകിയില്ല? 24 മണിക്കൂർ കഴിഞ്ഞിട്ടും അയാളെ എന്തുകൊണ്ട് മജിസ്ട്രേറ്റിന് മുമ്പിലോ കോടതിക്ക് മുമ്പിലോ ഹാജരാക്കാൻ പോലീസ് തയ്യാറായില്ല എന്നുള്ള ചോദ്യം കൂടി ബാക്കിയാകുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം ഈ പരാതിക്കാരൻ പോലീസ് എന്ന വ്യാജന പലരെയും വിളിച്ചിട്ടുണ്ട്. ഈ ഇവരുടെ സുഹൃത്തുക്കളെ അഭിഭാഷകരെ അടക്കം വിളിച്ചു. അത് ഒരുപക്ഷെ ഈ പോലീസിന്റെ അറിവോടുകൂടിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസിൽ 10 ലക്ഷം രൂപ തന്നാൽ അയാളെ ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെ വിടാം, അക്കാര്യത്തിൽ എല്ലാ ഉറപ്പുകളും നൽകുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ജ്യോതിഷ് എന്ന
പോലീസ് ഉദ്യോഗസ്ഥൻ നേരിട്ട് അഭിഭാഷകനെ വിളിച്ച് ഇക്കാര്യത്തിൽ ഉടൻ തന്നെ സ്റ്റേഷനിൽ പണം കെട്ടിവെക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഈ കോടതിയിലിരിക്കുന്ന കേസിൽ എങ്ങനെയാണ് പോലീസിൽ മധ്യസ്ഥത നിന്നുകൊണ്ട് പണം കെട്ടിവെച്ച് ഒത്തുതീർപ്പാക്കുന്നതെന്ന ചോദ്യം നമുക്ക് തന്നെ സംശയം ഉളവാക്കുന്നതാണ്. എന്തായാലും ഈ കാര്യത്തിൽ SHOയ്ക്കും അതുപോലെ തന്നെ കണ്ണനല്ലൂർ പോലീസിനും നന്നായി അവർ പെട്ടിട്ടുണ്ട്. അത് കാര്യം അവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണത്തിന് അവർ തയ്യാറാകാത്തത്. എന്തായാലും സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് കൂടി ഈ വാർത്തയ്ക്ക് പിന്നാലെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ വാർത്ത വന്നതിന് പിന്നാലെ നമ്മളെ തന്നെ പല സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ എന്താണ് ഈ ഒരുപക്ഷെ ഇത് പോലീസിന്റെ ഉന്നത തലങ്ങളിൽ ഇത് കണ്ണനല്ലൂർ പോലീസിന്റെ മാത്രം തീരുമാനമായിരിക്കും. കാരണം ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, പരാതിക്കാരനുമായി ചേർന്ന് അയാൾക്ക് പണം വാങ്ങിക്കൊടുക്കാം എന്നൊരു തീരുമാനമെടുത്ത് പോലീസ് നടത്തിയ എന്തോ നീക്കമാണ് പാളിപ്പോയത് എന്ന് ഈ പ്രതികരണങ്ങളിൽ നിന്നും ഈ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാണ്. അപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ സ്വാഭാവികമായും ഇതിൽ ഇടപെട്ട് കാണുമല്ലോ. ഇപ്പോൾ നടപടിയിലേക്കൊക്കെ പോകേണ്ടി വരും. കോടതി ഇപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇല്ലീഗലായി ഒരാളെ കസ്റ്റഡിയിൽ വെക്കുന്നു, അയാൾ ക്രിട്ടിക്കലാകുന്നു, വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നു. പോലീസ് യഥാർത്ഥത്തിൽ ഇനി പോലീസിന്റെ പ്രതിരോധമാകെ പൊളിയുകയാണ് കണ്ണനല്ലൂർ പോലീസിന്റെ ഈ വിഷയത്തിൽ, അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഈ KP പൊന്നൂസിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. കാരണം ഞാനിപ്പോൾ PROയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ശബ്ദ സംഭാഷണം നമുക്ക് ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ പ്രേക്ഷകർക്ക് മുമ്പാകെ എത്തിക്കാൻ കഴിയും. ഈ ഹോസ്പിറ്റലിൽ എത്തുന്നത്, അത് ICUവിലേക്ക് പ്രവേശിപ്പിക്കുന്നത് 5 മണിക്കാണ്. അതായത് 24 മണിക്കൂർ ഈ പിടിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞു എന്ന് ബോധ്യപ്പെടുത്താൻ ഇനി അത് മാത്രം മതിയാകും. മറ്റൊന്ന്, 3 മണിക്ക് ശേഷമാണ് ആശുപത്രിയിലേക്ക് കുഴഞ്ഞു വീണു എന്ന് ആരോപിച്ച് ഈ KP പൊന്നൂസിനെ അവർ പ്രവേശിപ്പിക്കുന്നത്. അവിടെ എത്തിയപ്പോൾ തന്നെ രക്തത്തിൽ അടക്കം ഓക്സിജന്റെ അളവ് വളരെ കുറവായിരുന്നു. അന്നേരം കുഴഞ്ഞു വീണ് അബോധാവസ്ഥയിൽ അവിടെ എത്തിയ KP പൊന്നൂസ് ഇതുവരെ ബോധം വീണ്ടെടുത്തിട്ടില്ല. നിലവിൽ 100% പൂർണ്ണമായും വെന്റിലേറ്ററിന്റെ സപ്പോർട്ടോടെയാണ് അയാൾ ഇപ്പോൾ ജീവൻ നിലനിർത്തുന്നത് എന്നുള്ളതാണ് PRO അടക്കം വ്യക്തമാക്കുന്നത്. അതീവ ഗുരുതരമായി തുടരുന്ന KP പൊന്നൂസിന് തുടർ ചികിത്സ, ഇതിൽ വിദഗ്ധ ചികിത്സ അത് ആര് നൽകുമെന്ന ചോദ്യം കൂടി ബാക്കിയാവുന്നു. ഹോസ്പിറ്റലിലെ ബില്ല് പോലും ഇതുവരെ അടച്ചിട്ടില്ല. നിലവിൽ വിജയകുമാർ പറഞ്ഞതുപോലെ ഇത് കണ്ണനല്ലൂർ പോലീസ് മാത്രം അറിഞ്ഞുകൊണ്ട് ഈ കേസ് സെറ്റിൽ ചെയ്യാൻ ശ്രമിച്ചു എന്ന സംശയം ഇപ്പോഴും സജീവമാവുന്നുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരാരും ഈ വിവരം അറിഞ്ഞിട്ടില്ല. കാരണം നമ്മൾ ഈ വാർത്ത വന്നതിന് പിന്നാലെ നമ്മളെ വിളിക്കുന്ന സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും അതുപോലെ തന്നെ സിറ്റിയിലെയും പോലീസ് ഉദ്യോഗസ്ഥർ അത് ഈ കാര്യം തങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് അതീവ ഗൗരവമാണ്. കാരണം ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ഏതെങ്കിലും കേസിൽ കസ്റ്റഡിയിലെടുത്താൽ സ്വാഭാവികമായും അടുത്ത ദിവസം സാറ്റ കൊടുക്കുമ്പോഴെങ്കിലും ഇവർക്ക് തങ്ങളുടെ കേസിൽ ഏതെങ്കിലും കേസിൽ ഇന്നാളെ കസ്റ്റഡിയിലുണ്ട്, തങ്ങളുടെ പക്കലുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. എന്തിനാണ് അങ്ങനെയെങ്കിൽ അത് മറച്ചു വെച്ചത് എന്നീ കാര്യങ്ങളിൽ ഇനി പോലീസ് ഉദ്യോഗസ്ഥരാണ് മറുപടി പറയേണ്ടത്. എന്തായാലും കണ്ണനല്ലൂർ പോലീസിന് ഈ KP പൊന്നൂസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം കടുത്ത ശാരീരിക ബുദ്ധിമുട്ട് അദ്ദേഹം നേരിട്ടു. ഈ ഹാർട്ടിന്റെ സർജറി അടക്കം കഴിഞ്ഞ ആളാണ് എന്ന് കൃത്യമായി അയാളെ ബോധ്യപ്പെടുത്തിയതാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അഭിഭാഷകരോട് സംസാരിച്ചപ്പോഴും അവരും ഇത് കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. എന്നിട്ടും ജാമ്യാപേക്ഷ, ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ ഇരിക്കുമ്പോൾ ഇത്ര ധൃതിപ്പെട്ട് അയാളെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് വന്നിട്ട് 10 ലക്ഷം രൂപ പരാതിക്കാരന് നൽകാൻ എന്തിനാണ് പോലീസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത് എന്ന ചോദ്യമാണ് ഇപ്പോഴും ബാക്കിയാകുന്നത്. അരുണ, തുടരുക. ഈ KP പൊന്നൂസ് ഗുരുതരാവസ്ഥയിലാണെന്ന് ഈ കൊട്ടിയം ഹോളി ക്രോസ് ആശുപത്രിയിലെ PRO തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം വന്ന സമയം മുതൽ വെന്റിലേറ്ററിലാണ്. കുഴഞ്ഞു വീണുവെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ കൊണ്ടുവന്നു എന്നാണ് PRO പറയുന്നത്. ആ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. കണ്ടീഷൻ അങ്ങനെ തന്നെ, വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. വെന്റിലേറ്റർ തന്നെയാണ്, ഓക്സിജന്റെ അല്ല, വെന്റിലേറ്റർ സപ്പോർട്ടിലാണ് ആള് ഇപ്പോഴും ഉള്ളത്. എല്ലാ സപ്പോർട്ടും കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഒന്നും പറയാനായിട്ടില്ല. ചെയ്ത ടെസ്റ്റുകൾ CT എടുത്തതും MRI എടുത്തതിനകത്തും പ്രത്യേകിച്ചൊന്നും കാണുന്നില്ലെന്നാ പറഞ്ഞത്. യെസ്, ഇതാണ് ആശുപത്രി PROയുടെ വിശദീകരണം. ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും എന്ന് ആശുപത്രി PRO തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അരുണ, ഈ KP പൊന്നൂസ് ഒരു പൊതുപ്രവർത്തകനാണ്, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം ഇത്രയും പ്രായമുള്ളയാളാണ്, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ഹിസ്റ്ററിയൊക്കെ ഒരുപക്ഷെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടാകും. അത്തരമൊരു പശ്ചാത്തലത്തിലും ഈ കസ്റ്റഡിയിൽ എടുക്കുന്നു, മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാമായിട്ടും അതിൽ ഒരു ഇടപെടൽ പോലീസ് നടത്തിയില്ല. ഇപ്പോഴിതാ വെന്റിലേറ്ററിലേക്കാകുന്നു. അപ്പോൾ ഇതിൽ പോലീസിനാണെങ്കിൽ ഈ ഘട്ടത്തിൽ വിശദീകരിക്കാൻ ഒന്നുമില്ല, ഒന്നും പറയാനുമില്ല. ഇതിൽ തുടർ നടപടികളിലേക്ക് പോകുന്നുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ അഭിഭാഷകൻ പറഞ്ഞു. ആ കേസാണോ ഇപ്പോൾ കോടതിയിലുള്ളത്, അതോ ഈ നേരത്തെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ഉണ്ടായിരുന്നു, കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, അതാണോ ഇപ്പോൾ കോടതി പരിഗണിക്കാൻ പോകുന്നത്?
വിജയകുമാർ, ഇപ്പോൾ കോടതി പരിഗണിക്കുന്നത് ഇല്ലീഗൽ കസ്റ്റഡി സംബന്ധിച്ച അപേക്ഷയാണ്. അത് കോടതി ഇപ്പോൾ ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ അല്പസമയം മുമ്പ് ബന്ധപ്പെടുമ്പോൾ ആ കേസ് കോടതി അടുത്തതായി പരിഗണിക്കാൻ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അതിൽ ഇപ്പോൾ വാദം തുടങ്ങിയിട്ടുണ്ടാകും. ഈ കേസിൽ പോലീസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, എന്തുകൊണ്ടാണ് ഒരു കസ്റ്റഡിയിൽ പ്രതിയെ എടുത്തുകൊണ്ട് വന്ന് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും അയാളെ കോടതിക്ക് മുമ്പാകെയോ മജിസ്ട്രേറ്റ് മുമ്പാകെയോ ഹാജരാക്കാത്തത് ചോദ്യമാണ്. 2, എന്തിനാണ് പ്രതിക്ക് വേണ്ടി 10 ലക്ഷം രൂപ, ഈ പരാതിക്കാരന് വേണ്ടി 10 ലക്ഷം രൂപ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നൽകിയാൽ അയാളെ ജാമ്യത്തിൽ വിടാമെന്ന് അഭിഭാഷകരോടക്കം വിളിച്ചു പറഞ്ഞത്. അത് സ്വാഭാവികമായും വളരെ തെറ്റായ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. 3ാമതായി, അയാൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അയാൾക്ക് ഒരു ചികിത്സ തുടക്കഘട്ടത്തിൽ പോലും നൽകാത്തതെന്ന ചോദ്യം കൂടി ബാക്കിയാകുന്നുണ്ട്. അങ്ങനെ ഈ കേസിൽ തുടക്കം മുതൽ ഒടുക്കം വരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചകൾ സംഭവിച്ചു. ഒരുപക്ഷെ ഇത്തരം സംഭവങ്ങൾ ചെക്ക് കേസിലടക്കം ഒരാളെ കസ്റ്റഡിയിലെടുക്കുക, അത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ പ്രതിക്ക് വേണ്ട ഒരു സ്വാഭാവികമായ നീതി അത് നടപ്പാക്കേണ്ടതാണ്. വാദിക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പൈസ കൊണ്ടുവരാൻ പറയലല്ല പോലീസിന്റെ ജോലി എന്നുള്ളതാണ് പോലീസ് ഓർക്കേണ്ടത്. അങ്ങനെ ഒരു ദിവസം മുഴുവൻ, അത് ആദ്യ ദിവസം വിളിച്ചപ്പോൾ ഞായറാഴ്ചയായിരുന്നു, തങ്ങൾക്ക് ഒരു ഘട്ടത്തിലും പൈസ തയ്യാറാക്കാൻ കഴിയില്ല എന്ന് ഈ സുഹൃത്തുക്കളടക്കം പറഞ്ഞു. തങ്ങൾക്ക് മക്കളോടും അടക്കം ആലോചിക്കണം, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒന്നും തീരുമാനിക്കാനില്ല എന്ന് പറയുകയും അതിന് പിന്നാലെയാണ് എങ്കിൽ അതുവരെ ഇയാൾ ഇവിടെ നിൽക്കുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഒരു വാശി പോലെ സംസാരിച്ചു എന്നുള്ളതാണ് ഈ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും സംസാരിച്ചപ്പോൾ നമ്മളോട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ ഞാൻ ഈ ആശുപത്രിയിലടക്കം പോയതാണ്. ആശുപത്രിയിൽ ചെല്ലുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരായ ചിലർ അത് യൂണിഫോമിലല്ലാതെ മാത്രം അവിടെ ഇവിടെയും നിൽപ്പുണ്ട്. അല്ലാതെ ഒരാൾ പോലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ബില്ല് അത് എത്രയാണെന്ന് ചോദിച്ച ഘട്ടത്തിൽ ആദ്യം പറയാൻ പോലും ആശുപത്രി അധികൃതർ തയ്യാറായില്ല. പിന്നീട് KP പൊന്നൂസിന്റെ ബന്ധുക്കളാണ് എത്രയാണ് ബില്ല്, ഞങ്ങൾ അടയ്ക്കാം എന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് 72,000 രൂപയിലധികം രൂപ ഇപ്പോൾ ആയിട്ടുണ്ട്, ഇതുവരെ ഒരു പണം പോലും അടച്ചിട്ടില്ല എന്ന് ആശുപത്രിയിൽ നിന്ന് നമുക്ക് മറുപടി ലഭിച്ചത്. എന്തുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട ഒരു തുടർ നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതെന്ന് ചോദിച്ചാൽ KP പൊന്നൂസിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നാൽ മാത്രമേ ഇതിൽ ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിക്ക് മുമ്പാകെ ഹാജരാക്കാനോ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കാനോ പോലീസിന് ഇനി കഴിയൂ. പോലീസ് സത്യത്തിൽ പെട്ടു നിൽക്കുകയാണ്. ഈ പൊന്നൂസിന്റെ ഇപ്പോൾ ആശുപത്രി ചിലവ് കൂടി അടയ്ക്കേണ്ട ബാധ്യത കൂടി പോലീസിന് വന്നിട്ടുണ്ട്. അക്കാര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരിലെ കണ്ണൂരിലെ ചില ഉദ്യോഗസ്ഥർക്കും ഇപ്പോൾ അതിർത്തിയുണ്ട്. കാരണം ഞങ്ങൾ എന്ത് അടയ്ക്കണം എന്ന ചോദ്യം ഉദ്യോഗസ്ഥർക്കിടയിൽ കൂടി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ അരുണ, ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ആശുപത്രിയിലുണ്ടോ? അവരെ കാണാൻ, അവരുമായി സംസാരിക്കാൻ പറ്റിയായിരുന്നോ അരുണിന്? നിലവിൽ KP പൊന്നൂസിന്റെ ബന്ധുക്കൾ ആരും തന്നെ ആശുപത്രിയിൽ ഇല്ല. ഞങ്ങൾ തിരക്കി, ഇതുമായി ബന്ധപ്പെട്ട് തിരക്കിയിരുന്നു. ഒരു മകനുള്ളത് അമേരിക്കയിലാണ്. ഈ മകനോട് മാത്രമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ എത്രയും പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട പണം അടയ്ക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക, ജാമ്യത്തിൽ വിടാൻ പോലും തങ്ങൾ തയ്യാറാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ ഈ ജാമ്യത്തിൽ എടുത്താൽ ഈ KP പൊന്നൂസിന്റെ ആരോഗ്യനിലയിൽ ആര് സമാധാനം പറയുമെന്ന ചോദ്യമാണ് മകൻ ചോദിച്ചത്. കാരണം വീട്ടിൽ നിന്ന് ഈ സ്ഥലത്ത് നിന്ന് പിടിച്ചുകൊണ്ട് വരുമ്പോൾ മറ്റ് ശാരീരിക പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു. ഒരു ദിവസം പൂർണ്ണമായും ഒരു സ്റ്റേഷനിൽ ഒരാളെ പാർപ്പിക്കുന്നു. അതിൽ ആ പാർപ്പിച്ച ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നടന്നു എന്ന് തനിക്ക് അറിയണമെന്ന് മകൻ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തുടർ നടപടികൾ ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ എടുക്കാത്തത്. കാരണം മതിയായ ചികിത്സ വേണം എന്നുള്ളതാണ് ബന്ധുക്കൾ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ പോലീസ് ഇപ്പോൾ രണ്ടും കഴിയാത്ത അവസ്ഥയിലാണ്. കാരണം എന്താണ് KP പൊന്നൂസിന്റെ ആരോഗ്യനില, അതിന് പണം ചെലവാക്കണമെങ്കിൽ എവിടുന്ന് കണ്ടെത്തും എന്ന ചോദ്യം കൂടി പോലീസിന് മുമ്പാകെ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ പോലും ഇപ്പോഴാണ് ഈ വിവരം അറിയുന്നത്. അതിന്റേതായ പ്രശ്നം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. നമുക്ക് ഈ കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷൻ അത്ര നല്ല രീതിയിലല്ല. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 2 കേസാണ് കണ്ണനല്ലൂർ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ഒന്ന്, ലോക്കൽ സെക്രട്ടറിയെ മർദ്ദിച്ച കേസിൽ CIക്കെതിരെ ആരോപണം വന്നിരുന്നു. 2, പരാതിക്കാർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത ശേഷം, മുൻകൂട്ടി പറഞ്ഞ ശേഷം മാത്രമേ സ്റ്റേഷനിൽ കയറാവൂ എന്ന ബോർഡ് പതിപ്പിച്ചതും കഴിഞ്ഞ ആഴ്ചയാണ് ഈ കണ്ണനല്ലൂർ പോലീസ്. അങ്ങനെ ഉദ്യോഗസ്ഥർ തന്നെയാണല്ലോ അരുൺ ഇപ്പോഴും. അവർക്ക് സ്ഥലമാറ്റമൊന്നുമില്ലല്ലോ. നേരത്തെ CPM പ്രാദേശിക നേതാവിനെ മർദ്ദിച്ചു, അതുപോലെ പരാതി പോലീസിന് അനുമതി ഉണ്ടെങ്കിൽ അകത്തേക്ക് കയറാൻ കഴിയുമെന്ന് ബോർഡ് വെച്ചു. അതേ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണല്ലോ അവിടെ ഇപ്പോഴും, അല്ലേ? തീർച്ചയായും അതേ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അവിടെ തുടരുന്നു എന്നുള്ളതാണ്. അത് എങ്ങനെ തുടരുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോഴും വ്യക്തമല്ല. കാരണം ഒരു ലോക്കൽ സെക്രട്ടറിയെ മർദ്ദിച്ച കേസിൽ പോലും അവരെ തുടരാൻ വേണ്ടി ഇങ്ങനെ അനുവദിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരമില്ല. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് KP പൊന്നൂസിനെ കസ്റ്റഡിയിലെടുക്കുന്നത് അവിടുത്തെ ഒരു SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. സ്വാഭാവികമായും അതിന്റെ ഉന്നത തലത്തിൽ CAയോടാണ് നമ്മൾ ഇക്കാര്യത്തിൽ എന്താണ് സ്റ്റേഷനിൽ നടന്നത്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി നമ്മൾ കേട്ടതാണ്. അദ്ദേഹം പറയുന്നത് തനിക്ക് ഇതിനെക്കുറിച്ച്
ഇന്നലെ അടക്കം അത് ഇന്നും ഇന്നലെയുമായി പോലീസ് സ്റ്റേഷനിൽ വലിയ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അദ്ദേഹത്തോട് ആദ്യം ചോദിച്ചത് എന്താണ് ഈ KP പോലീസിന്റെ കാര്യത്തിലുള്ള അവസ്ഥ, ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുണ്ടോ, അത് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാൻ കഴിയില്ല. ശരി അരുൺ, ഏതായാലും വളരെ വിശദമായി തന്നെ നമ്മളത് പരിശോധിച്ചു. അതിൽ നമ്മളുടെ ഒരു ഫോളോ അപ്പ് ഉണ്ടാകും. നമ്മൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ ടീം മാനേജറാണ് കൊച്ചിയിൽ എത്തുന്നത്. ടീമിന്റെ മെസ്സിയുടെ സംഘത്തിന്റെ കേരള സന്ദർശനത്തിന് മുന്നോടിയായാണ് ടീം മാനേജർ കൊച്ചിയിലേക്ക് വരുന്നത്. അദ്ദേഹം നേരത്തെ കലൂർ സ്റ്റേഡിയത്തിലടക്കം പരിശോധന നടത്തും എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ടീം മാനേജർ കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കായിക മന്ത്രി വി അബ്ദുറഹ്മാനുമായി കൂടിക്കാഴ്ചയും നടത്തും. കലൂർ സ്റ്റേഡിയവും സന്ദർശിക്കും. നൃത്താധ്യാപകൻ തിരുവനന്തപുരം വെള്ളായണി സ്വദേശി മഹേഷിന്റെ മരണത്തിൽ വഴിത്തിരിവ്. മഹേഷ് ചികിത്സയിൽ കഴിയവേ ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രിയിലെ ജീവനക്കാർ ക്രൂരമായി മർദ്ദിച്ചെന്ന് കുടുംബം ആരോപിച്ചു. മഹേഷിന്റെ ശരീരത്തിൽ മുറിവുകളും ചതവുകളും ഉണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആരോപണം ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രി അധികൃതർ തള്ളി. കഴിഞ്ഞ മാസം 12-നായിരുന്നു തിരുവനന്തപുരം ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രിയിൽ വെച്ച് നൃത്ത അധ്യാപകനായ മഹേഷിന്റെ മരണം. ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണമെന്നായിരുന്നു ബന്ധുക്കളോട് പറഞ്ഞത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ കാര്യങ്ങൾ മാറി. മരണം ശ്വാസകോശത്തിൽ രക്തം നിറഞ്ഞതിനെ തുടർന്നാണ്. ശരീരത്തിൽ 20-ലധികം ആഴത്തിലുള്ള മുറിവുകളും ചതവുകളുമുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മാനസിക വെല്ലുവിളിയെ തുടർന്ന് 7-ാം തീയതി ആശുപത്രിയിൽ എത്തിച്ച ശേഷം തുടർച്ചയായി 2 ദിവസം മഹേഷിനെ ക്രൂരമായി മർദ്ദിച്ചെന്ന് ബന്ധുക്കൾ. ഞങ്ങളെ അടിച്ചങ്ങ് വെളിയിൽ ഇറക്കിയിട്ട് അവർ 5-6 ആണുങ്ങളും 3 നേഴ്സുമാരും കൂടിയാണ് അതിനകത്ത് കയറിയത്. ഞങ്ങളകത്ത് നിർത്തിയില്ല. അവൻ്റെ സൗണ്ട് പോലും ഞങ്ങൾക്ക് വെളിയിൽ കേൾക്കാൻ പറ്റിയില്ല. ഞങ്ങൾ കഥവിൻ്റെ അവിടെ തന്നെ നിന്ന് അവരെന്നിട്ട് ചിരിച്ചുകൊണ്ട് ഇറങ്ങി പോകണുണ്ടോണ്ട് അവൾ പറഞ്ഞു അമ്മ എന്തോ സംഭവിച്ച് അവർക്ക് ചിരിച്ചുകൊണ്ട് വേണം നമ്മൾ ചാടി അകത്ത് കയറി ചെന്നപ്പോൾ നോക്കടി മണിച്ചി എന്നതാ കയറി ഇരുന്ന് എന്നെ നെഞ്ചിലിടിച്ച് എൻ്റെ തലയിലടിച്ച് എൻ്റെ കവാലൊക്കെ അടി 2 കൈയും കാലും കെട്ടിട്ടിരിക്കുക. മണിച്ചി ഇങ്ങി വാടി എൻ്റെ നെഞ്ചിൽ കയറി നാടി എന്നെ ഇടിച്ചത്. ഞാൻ നോക്കുമ്പോൾ നെഞ്ചിൻ്റെ അവിടെയൊക്കെ പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോൾ എന്നെ കണ്ടാൽ മണിച്ചി സെൽഫി എന്ന് പറയും. നോർമലാണെങ്കിലും അല്ലെങ്കിലും. അപ്പം ഞാൻ മണി നിനക്ക് ഇപ്പം ഞാൻ സെൽഫി എടുക്കൂല, കെട്ടിയിട്ടിരിക്കല്ലേ. ഇല്ല മണിച്ചി നീ ഇടെന്ന് പറയും. നോക്കിയപ്പം കവിളിൻ്റെ അവിടെ അങ്ങ് നീരി കയറി നെഞ്ചിൻ്റെ അവിടെ കഴുത്തിൻ്റെ അവിടെയൊക്കെ ആ മടക്കിൻ്റെ അവിടെയൊക്കെ അങ്ങ് ഭയങ്കര പ്രശ്നം. മർദ്ദിച്ച കാര്യം ചികിത്സിച്ച ഡോക്ടറെ മഹേഷിന്റെ സഹോദരി ഫോണിൽ വിളിച്ചറിയിച്ചു. ഉപദ്രവിച്ചിട്ടാണ് കെട്ടിയിട്ടത്, അടിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഇന്നലെ. അപ്പോൾ ഇന്ന് വന്നവര് ഇന്നലെ വന്ന അതേ ആള് തന്നെയാണ് വന്നത്. ഇന്നലത്തേനേക്കാളും വളരെ മൃഗീയമായിട്ടാണ് ഇന്ന് അവനെ അടിച്ചത്. സിസ്റ്റർമാരും കൂടെ ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തലുകളുണ്ടെങ്കിലും പോലീസ് അന്വേഷിക്കാൻ തയ്യാറായില്ലെന്നും ആരോപണമുണ്ട്. എന്നാൽ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വന്ന ശേഷമേ മരണകാരണം സ്ഥിരീകരിക്കാൻ കഴിയൂ എന്നാണ് പോലീസ് നിലപാട്. മഹേഷിനെ മർദ്ദിച്ചെന്ന ആരോപണം ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രി അധികൃതർ തള്ളി. മർദ്ദിച്ചിട്ടില്ലെന്നും പോലീസ് അന്വേഷണത്തിലിരിക്കുന്നതിനാൽ പ്രതികരിക്കുന്നില്ലെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ നടപടിയെടുക്കൂ എന്ന പിടിവാശിയിലാണ് പോലീസ്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഈ ഗുരുതരമായ മുറിവുകളിൽ കൃത്യമായി സൂചനയുണ്ട് എന്താണ് മരണകാരണമെന്ന്. അന്വേഷണം നടക്കട്ടെ. ക്യാമറാമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് BJP കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ അനിൽ പ്രസിഡന്റായ ഫാം ടൂർ സഹകരണ സംഘത്തിൽ വ്യാപക ക്രമക്കേടെന്ന് അന്വേഷണ റിപ്പോർട്ട്. അനുമതിയില്ലാതെ വായ്പ നൽകിയതിലൂടെയും താൽക്കാലിക നിയമനം നടത്തിയതിലൂടെയും കോടികളുടെ നഷ്ടമുണ്ടായി എന്നാണ് സഹകരണ വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം BJP നേതൃത്വത്തിനെതിരെ വലിയവിള കൗൺസിലറുടെ ഭർത്താവ് പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തുകയും ചെയ്തു. തിരുമല അനിൽ പ്രസിഡന്റായ ഫാം ടൂർ സഹകരണ സംഘത്തിൽ വ്യാപക ക്രമക്കേടെന്നാണ് സഹകരണ വകുപ്പ് 2 ആഴ്ച മുന്നേ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. അനാവശ്യ ഇടപെടലിലൂടെ സംഘത്തിന് കോടികളുടെ നഷ്ടമുണ്ടായെന്ന റിപ്പോർട്ടിൽ പറയുന്നു. അനുമതിയില്ലാതെ C ക്ലാസ് അംഗങ്ങൾക്ക് വായ്പ നൽകിയതിൽ 2.5 കോടി രൂപ കുടിശ്ശികയായി. സഹകരണ വകുപ്പിന്റെ സർക്കുലർ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി സംഘം പ്രവർത്തിച്ചു. ഇതിലൂടെ 14 ലക്ഷം രൂപ സംഘത്തിന് നഷ്ടം. ബാങ്കിൽ ഏജന്റുകളെ നിയമിച്ചതിലും കമ്മീഷൻ നൽകിയതിലും താൽക്കാലിക നിയമനം നടത്തിയതിലും 1 കോടി 18 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. അനുമതിയില്ലാതെ പൊതുഫണ്ട് നഷ്ടപ്പെടുത്തിയത് വഴി 12 ലക്ഷത്തിന്റെ ക്രമക്കേടുണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നു. നഷ്ടമായ തുക സംഘം സെക്രട്ടറിയിൽ നിന്നും ഭരണസമിതി അംഗങ്ങളിൽ നിന്നും പലിശ സഹിതം ഈടാക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. അന്വേഷണത്തിൽ ക്രമക്കേട് പുറത്തായതോടെ പ്രസിഡന്റ് അനിൽകുമാറിന് സമ്മർദ്ദം കൂടി. വായ്പ നൽകിയവരോട് പണം തിരികെ ചോദിച്ചു. ലഭ്യമാകാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തു എന്നാണ് ഉയരുന്ന ആരോപണം.
അതേസമയം അനിൽകുമാറിന്റെ ആത്മഹത്യയിൽ BJPക്കുള്ളിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. BJP വലിയവിള കൗൺസിലറുടെ ഭർത്താവ് സുനിൽകുമാർ നേതൃത്വത്തിനെതിരെ ഫേസ്ബുക്കിലൂടെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാതെ ഭൗതിക ശരീരത്തിന് മുന്നിൽ നിന്ന് കരയാൻ ഉളുപ്പില്ലാത്തവരുണ്ടെന്നാണ് പോസ്റ്റ്. കാശിനു വേണ്ടി മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ടവരെ തിരിച്ചറിയണമെന്നും FB പോസ്റ്റിലുണ്ട്. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. PV അൻവറിന്റെ ഒരു പ്രതികരണം ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ്. പ്രതിപക്ഷ നേതാവുമായുള്ള പിണക്കം മാറി എന്നാണ് അദ്ദേഹം പറയുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞു, അങ്ങനെ പിണക്കം വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് PV അൻവർ കോട്ടയത്ത് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അദ്ദേഹം ആ വിഷയത്തിലുള്ള ചോദ്യങ്ങളോട് പ്രതികരിച്ചത്. ഈ വാഹന പരിശോധനയുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ കസ്റ്റംസിന്റെ റെയ്ഡ് നടക്കുന്നു എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. പാലിയക്കര ബാഡ് ബോയ് മോട്ടോർ വെയിലിലാണ് പരിശോധന നടക്കുന്നത്. ആഡംബര വാഹനങ്ങൾ ഓൾട്രേഷൻ നടത്തുന്ന ഒരു സ്ഥാപനമാണിത്. അവിടെയും പരിശോധന നടക്കുന്നുവെന്നാണ് തൃശ്ശൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ചലച്ചിത്ര മേഖലയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ഇന്ന് മോഹൻലാലിന് സമ്മാനിക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു പുരസ്കാരം നൽകും. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും ഇന്ന് വിതരണം ചെയ്യും. മലയാള സിനിമയ്ക്ക് 5 പുരസ്കാരങ്ങളാണുള്ളത്. വൈകിട്ട് 4 മണിക്ക് വിഖ്യാൻ ഭവനിലാണ് പുരസ്കാര വിതരണ ചടങ്ങ്. 2023 ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് മോഹൻലാൽ ഏറ്റുവാങ്ങും. പുരസ്കാരം ഏറ്റുവാങ്ങാനായി ഭാര്യ സുചിത്രയ്ക്കൊപ്പം മോഹൻലാൽ ഡൽഹിയിലെത്തി. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും രാഷ്ട്രപതി വിതരണം ചെയ്യും. മികച്ച സഹനടനുള്ള പുരസ്കാരം വിജയരാഘവനും സഹനടിക്കുള്ള പുരസ്കാരം ഉർവശിയും രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങും. മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരം ഉള്ളൊഴുക്കിനാണ്. മികച്ച എഡിറ്ററായി പൂക്കാലം സിനിമയുടെ മിഥുൻ മുരളിയും നോൺ ഫീച്ചർ സിനിമാ വിഭാഗത്തിൽ MK രാമദാസ് സംവിധാനം ചെയ്ത നെഗലും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഷാറൂഖ് ഖാനും വിക്രാന്ത് മസിയുമാണ് മികച്ച നടന്മാർ. മികച്ച നടിക്കുള്ള പുരസ്കാരം റാണി മുഖർജിക്കാണ്. അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കാൻ താരങ്ങളെല്ലാം കുടുംബസമേതം ഡൽഹിയിലെത്തി. അവാർഡ് വിതരണത്തിനു ശേഷം കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഒരുക്കുന്ന അത്താഴ വിരുന്നിലും താരങ്ങൾ പങ്കെടുക്കും. 24 ഡൽഹി. പ്രിയ ഗായകൻ സുബീൻ ഗാർഗിന് വിട നൽകി അസം. ആയിരങ്ങളെ സാക്ഷിയാക്കി സോനാപൂരിലെ കാമർഗുച്ചിയിലായിരുന്നു സംസ്കാര ചടങ്ങ്. മരണത്തിൽ സംശയം ഉയർന്നതിനെ തുടർന്ന് 2ാമതും പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷമായിരുന്നു സംസ്കാരം നടന്നത്. സ്വന്തം സംഗീത രാജാവിന് കണ്ണീരോടെ വിട പറഞ്ഞ് അസം. രാവിലെ അർജുൻ ഭോഗേശ്വർ സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന പൊതുദർശനത്തിൽ പ്രമുഖരടക്കം ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ശേഷം വിലാപയാത്രയായി മൃതദേഹം കാമർകുച്ചിയിലെത്തിച്ചു. രാജ്യാന്തര തലത്തിൽ ആരാധകരെ സ്വന്തമാക്കിയിരുന്ന സുബീൻ അസം സംഗീത ലോകത്തിന് ആധുനിക മുഖം നൽകുന്നതിൽ മുൻപന്തിയിലായിരുന്നു. 40 ഭാഷകളിലായി 35,000-ലധികം പാട്ടുകൾ പാടി അസമീസ് സംഗീത ലോകത്തിന് പുറത്തും സുബീൻ തന്റെ മുദ്ര പതിപ്പിച്ചു. ചലച്ചിത്ര ഗാനങ്ങളിൽ നിന്ന് സ്വതന്ത്ര ആൽബങ്ങളിലേക്ക്, ലൈവ് കൺസർട്ടുകളിൽ നിന്ന് രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളിലേക്ക് സുബീൻ തന്റെ കഴിവുകളാൽ എല്ലാ തലമുറയും സ്പർശിച്ചു. സെപ്റ്റംബർ 19 സിംഗപ്പൂരിലാണ് സുബീൻ മുങ്ങി മരിക്കുന്നത്. മരണത്തിൽ സംശയമുയർന്നതിനെ തുടർന്നാണ് രാവിലെ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തിയത്. നീന്തുന്നതിനിടെ അപസ്മാരമുണ്ടായതാണ് മരണകാരണമെന്നാണ് റിപ്പോർട്ട്. മരണവാർത്ത അറിഞ്ഞതിന് പിന്നാലെ വൻ ജനാവലിയാണ് പ്രിയ ഗായകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഗുവാഹത്തിയിലേക്ക് ഒഴുകിയത്. സുബീൻ ഗാർഗിന്റെ പാട്ടുകൾ ഇനി തലമുറകൾക്കായി അസം സംഗീതത്തിന്റെ ആത്മാവായി നിലകൊള്ളും. 24 ഡൽഹി. സ്റ്റുഡൻസ് വേൾഡ് കപ്പ് കൗൺസിലിന്റെ കൊച്ചി സ്പോർട്സ് സിറ്റി പദ്ധതിക്ക് തുടക്കം. ലേ മെറിഡിയൻ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസും ഇന്ത്യയുടെ ലോ കമ്മീഷൻ ചെയർമാനുമായ ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി ഉദ്ഘാടനം ചെയ്തു. കൊച്ചി വിമാനത്താവളത്തിന് സമീപമാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം ഉൾപ്പെടെ സ്പോർട്സ് സിറ്റി സ്ഥാപിക്കുന്നത്. കടുകുറ്റിക്ക് സമീപമുള്ള 25 ഏക്കറിലാണ് സ്പോർട്സ് സിറ്റി പദ്ധതി. 15 കോടി രൂപ സമ്മാനത്തുകയുള്ള ആദ്യ സ്റ്റുഡൻസ് വേൾഡ് കപ്പ് 2026 നടക്കും.
കാലാവസ്ഥാ റിപ്പോർട്ട്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.